തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 2 മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല എന്ന് സ്ഥിരീകരിച്ചു. ആന്റണി ബെഞ്ചമിൻ, ജോണി മതിയാസ് എന്നിവരെയാണ് കാണാതായത്. അതേസമയം 10ഓളം മത്സ്യത്തൊഴിലാളികളെ കാണാതായെന്നാണ് പ്രദേശവാസികളുടെ വാദം. ഇന്നലെ 5 മത്സ്യബന്ധന ബോട്ടുകളാണ് മറിഞ്ഞത്. ശംഖുമുഖം, മുതലപ്പൊഴി, വിഴിഞ്ഞം, പുതുക്കുറിച്ചി എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ കടലിലേക്ക് പോയവരുടെ കണക്കുകൾ ഈ ഒരു സമയത്ത് ശേഖരിക്കുകയാണ്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ബിനിൽ, എന്തെല്ലാമാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇക്കാര്യത്തിൽ? സ്വാതി, 2 പേരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം 10 പേരോളം കാണാതായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മറ്റേതെങ്കിലും തീരങ്ങളിൽ ഇവർ നീന്തി കയറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യം ഫിഷറീസ് വകുപ്പ് അവരുടെ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2 പേരെയാണ് കാണാതായതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ആന്റണി ബെഞ്ചമിൻ, 60 വയസ്സുള്ള ആന്റണി ബെഞ്ചമിൻ, അതോടൊപ്പം ജോണി മത്തിയാസ് എന്നീ 2 പേരെയാണ് കാണാതായതായി ഔദ്യോഗികമായി 2 പേരുകളാണ് വരുന്നത്. കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിലവിൽ എന്തായാലും ഊർജിതമായ തെരച്ചിൽ ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും നടത്തുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്നും കട്ടമരത്തിൽ ഉൾപ്പെടെ നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ രാത്രി കടലിലേക്ക് പോയിട്ടുണ്ട്. അതിൽ നിരവധി കട്ടമരങ്ങൾ മാത്രമാണ് തീരത്തേക്ക് അടിഞ്ഞിട്ടുള്ളത്. ഈ മത്സ്യബന്ധന ബോട്ടുകളിലും ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി മറ്റ് അപകടത്തിൽപ്പെട്ട ബോട്ടുകളിൽ നിന്നും അവർ രക്ഷപ്പെടുത്തി തീരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകളും പല തീരങ്ങളിലേക്ക് നീന്തി കയറിയിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡും ഫിഷറീസ് വകുപ്പും പറയുന്നത്. ഇന്ന് രാവിലെ അവിടേക്ക് CP ജോൺ മന്ത്രി അവിടേക്ക് എത്തിയിരുന്നു. MLA-യും അവിടേക്ക് എത്തിയിരുന്നു. വിൻസെന്റ് MLA-യും എത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. എന്തായാലും ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് മന്ത്രി അടക്കം പറയുന്നത്. ഇതിനൊപ്പം സമാനമായി മുതലപ്പൊഴിയിലും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. അവിടെ നേവിയുടെ സഹായം ഉൾപ്പെടെ തേടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഹെലികോപ്റ്ററിന്റെ സഹായം തേടാനുള്ള ഒരു നീക്കം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ട്. ഇക്കാര്യത്തിൽ കടലിൽ പോകരുത് എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ വള്ളങ്ങളിലൊക്കെ, പരമ്പരാഗത വള്ളങ്ങളിലൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പോയ ആളുകളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നിലവിൽ എന്തായാലും 2 പേരുടെ പേരാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് എന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്.